സ്കൂട്ടർ തട്ടിയെന്നല്ലേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? പക്ഷേ അതിൻ്റെ ലക്ഷണങ്ങളൊന്നും അല്ല മുറിവ് കണ്ടിട്ട് മനസ്സിലാവുന്നത്. നന്ദൻ അവൻ പേടിച്ചുകൊണ്ടേയിരിക്കണം. ആ ഭയം അവന്റെ മനസ്സിൽ കിടന്നാലേ ഉദ്ദേശിച്ച പോലെ എല്ലാം നടത്താൻ പറ്റൂ. അപകടത്തിൽ സംഭവിച്ചതല്ലാന്ന് ഡോക്ടർ ഉറപ്പിച്ച് പറഞ്ഞതല്ലേ? ഡോക്ടർമാരല്ലേ, അവർക്ക് പിന്നെ എല്ലാത്തിനും സംശയമല്ലേ? ദേവികയുടെ അച്ഛനെ തലക്കടിച്ച് വീഴ്ത്തിയതിൽ അവന് നല്ല കുറ്റബോധമുണ്ട്. അവിടെ ഉള്ളവർക്കൊക്കെ നന്ദനോട് ദേഷ്യമായിരിക്കും എന്നറിയാം. ശാരിക പറഞ്ഞ് നന്ദനൊന്ന് സഹായിക്കണം. എത്ര നേരമായി മോളെ, ഇതുവരെ മാധവേട്ടന് ബോധം വീണിട്ടില്ലല്ലോ. അമ്മേ, ട്രീറ്റ്മെന്റ് നടക്കല്ലേ, സമാധാനമായിട്ടിരിക്കെ. എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. ഗിരീഷേ, മാധവേട്ടന് ഗുരുതരായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ? ഏയ്, പെട്ടെന്നുള്ള വീഴ്ചയിൽ ബോധം പോയിന്നല്ലാതെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ. എനിക്കെന്തോ വല്ലാത്ത ആദി കയറുന്നു. എത്ര സമയമായി ഇതിനകത്ത് കേട്ടിട്ട്. ഗിരീഷ് ഏട്ടാ, സത്യം പറയണം, അച്ഛൻ അപകടം പറ്റിയത് എങ്ങനെയാ? എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞതാ സ്കൂട്ടർ തട്ടി വീണതാന്ന്. മാധവേട്ടനൊന്ന് വീണു. ഒരു കല്ലിന്റെ മേലേക്ക് വീണുകൊണ്ട് തലയ്ക്ക് ചെറിയൊരു മുറിവുണ്ടായി, അത്രേ ഉള്ളൂ. അപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെ അടികൊണ്ട് വീണതല്ലേ? എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നേ? ഗിരീഷ് ഏട്ടന്റെ രീതികൾ കണ്ട് ഇഷ്ടപ്പെട്ടവരാ ഞങ്ങൾ എല്ലാരും. ഇപ്പൊ ആരെ രക്ഷിക്കാനോ ഒരു പെരും നുണയനായിട്ട് മാറിയത്? എന്താ ശാരി, നീ എന്തായി പറയുന്നേ? ചേച്ചി, അച്ഛൻ സ്കൂട്ടർ തട്ടി വീണെന്നുള്ളത് വെറും കള്ള കഥയാ. അച്ഛനെ അടിച്ചു വീഴ്ത്തിയതാ. ആരാ മാധവേട്ടനെ തല്ലിയത്? വേറെ ആരാ? ചേച്ചിയുടെ ഭർത്താവ്. സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ മകൻ നന്ദൻ. ശാരി, നീ എന്തായി പറയുന്നേ? സത്യമാണോ അല്ലോന്ന് അങ്ങോട്ട് ചോദിക്ക. ഗിരീഷേട്ടാ, ദേവിക, നന്ദൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നേരാ. പക്ഷേ എന്ത് പക്ഷേ? ഒന്നിനു മേലെ ഒന്നായി കള്ളം പറയാൻ നോക്കല്ലേ. നന്ദൻ അവിടെ ഉണ്ടായിരുന്ന വിവരം ഗിരീഷ് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അല്ല, അത് പിന്നെ നന്ദൻ ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ വേണ്ട ഗിരീഷേട്ടാ, കൂടുതലൊന്നും പറയണ്ട. ഞങ്ങളുടെ അച്ഛനെ തല്ലി കൊല്ലാൻ നോക്കിയ അളിയനോടുള്ള സ്നേഹവും കാര്യങ്ങളൊന്നും ഇനി വിളമ്പാൻ നിൽക്കണ്ട. അതല്ല ശാരികേ, ഞാനൊന്ന് പറയട്ടെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരേ സമയം ഇരയോടൊപ്പം വേട്ടക്കാരനോടൊപ്പം ചേർന്ന് നിൽക്കാൻ നാണമില്ലല്ലോ. കഷ്ടം തന്നെ. ശരി, നിർത്ത്. ഗിരീഷേട്ടാ, നന്ദുന് ഇതിൽ പങ്കുണ്ടോ? അല്ല, അത് പക്ഷേ നന്ദ മനഃപൂർവ്വം ചെയ്തതല്ല. അപ്പോ നന്ദുന്റെ കൈകൊണ്ട് സംഭവിച്ചത് തന്നെയാ. ശാരി പറഞ്ഞ പോലെ അളിയനെ രക്ഷിക്കാൻ നോക്കുവാണോ ഗിരീഷേട്ടൻ? അല്ല, ഞാൻ അങ്ങനെ മനഃപൂർവ്വം തെറ്റിന് കൂട്ടി നിൽക്കോ ദേവികേ? നന്ദൻ അറിയാതെയാ? അല്ല, ഒരിക്കലും അല്ല. ഇത് കരുതിക്കൂട്ടിയുള്ള ആക്രമണമാ. ദേവിക,
ഈശ്വര, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? രാധികച്ചി, ഞാനൊന്ന് പറയട്ടെ. വേണ്ട ഗിരീഷ് ഏട്ടാ, ഗിരീഷ് ഏട്ടാ തൽക്കാലം ഒന്നും പറയണ്ട. സൈലൻസ്. എന്താ ഇവിടെ ബഹളം? ഈ ബില്ല് അടയ്ക്കാനുണ്ടേ. എടാ, ഒരു മനസ്സമാധാനം ഇല്ലാതായല്ലോ. നീ ധൈര്യമായിട്ട് പോകുന്നെന്താ? കഴിഞ്ഞൊന്നും ആലോചിക്കണ്ട. ഞാൻ നിന്നെ വീട്ടിൽ കയറ്റിവിടാം, പോരെ? എടാ, നിന്നെ കണ്ട അച്ഛൻ എന്തെങ്കിലും ചോദിക്കും. വേണ്ട, ഞാൻ പോയിക്കോളാം. എടാ, ഹോസ്പിറ്റലിൽ ദേവിയുടെ അച്ഛന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? എടാ, ഇല്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ നന്ദ, നീ ഇത് അറിഞ്ഞോണ്ട് തല്ലിയതല്ലോ. അപകടപ്പെടുത്തണമെന്ന് ഒരു ഉദ്ദേശം നിനക്കില്ലായിരുന്നല്ലോ. സംഭവിച്ചു പോയി. തല്ലിനിടയിൽ തലയിടാൻ വന്ന ആർക്കായിരുന്നാലും ഇതുപോലെയൊക്കെ കിട്ടും. എടാ, ഇനി നീ വീട്ടിൽ പോയി സമാധാനത്തോടെ നിന്റെ കാര്യങ്ങളൊക്കെ നോക്ക്. ആശുപത്രിയിലെ കാര്യങ്ങൾ അപ്പപ്പോൾ ഞാൻ വിളിച്ചറിയിക്കാം. അപ്പൊ നീ ഹോസ്പിറ്റലിലേക്ക് പോകണോ? എടാ, അവിടുത്തെ കാര്യങ്ങളറിയാൻ ഞാൻ തന്നെ അങ്ങോട്ട് പോകുന്ന എന്തിനാ? നമുക്ക് അവിടെ ഒരാളുണ്ടായ പോരെ? നിനക്കാരവിടെ ഉള്ളത്? എടാ, അതൊക്കെ ഉണ്ട്. നിന്റെ ഭാര്യ സഹോദരി, എൻ്റെ പെണ്ണ്. എടാ, ആരാ? എടാ, അതൊക്കെ ഉണ്ട്. ആ ഹോസ്പിറ്റൽ സ്റ്റാഫുകളെ എനിക്കറിയാവുന്നവരാ. എടാ, എന്നാ പിന്നെ നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? എടാ, വേണ്ട. അല്ല, ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോകേണ്ടതല്ലടാ. എടാ, പറഞ്ഞില്ലേ, അത് കൂടുതൽ കുഴപ്പമാവും. നീ വീട്ടിൽ പോയേ, ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാതെ. പിന്നെ ഒരു കാര്യം കൂടി, ഇനി അഥവാ നീ മനഃപൂർവ്വം തല്ലിയെന്ന് പറഞ്ഞൊരു കഥയുണ്ടാക്കി അവർ വന്നുവന്നിരിക്കട്ടെ, സമ്മതിച്ചു കൊടുക്കരുത്. ബാക്കി നമുക്ക് അപ്പം നോക്കാം. ഞാൻ മനസ്സറിയാതെ ഓരോന്ന് എനിക്ക് നേരെ തിരിഞ്ഞു വരുന്നത്. ദേവിയുടെ പിണക്കം എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണമെന്ന് വിചാരിച്ചാണ് ഞാൻ നടന്നത്. എന്റെ കൈകൊണ്ട് ഇത് സംഭവിച്ചെന്ന് അവൾ അറിഞ്ഞ ഒക്കെ തീർന്നു. എടാ, നീ ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ നന്ദ? വെറുതെ ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കി വിഷമിക്കാതെ. ചേച്ചി, ഞാൻ ചന്ദ്രത്തേക്ക് പോവാ. ചേച്ചിയുടെ ജീവിതം തകർത്തിട്ട് ഇപ്പൊ അയാൾ അച്ഛനെ നേർക്കായി. അയാളുടെ ദുഷ്ടത ഞാനിത് ചോദിക്കും. മോളെ, എനിക്കറിയാം ചേച്ചി ആകെ സമനില തെറ്റി നിൽക്കുവന്ന്. ഞാൻ പറഞ്ഞത് കള്ളൊന്നു പോലും ചേച്ചി വിചാരിക്കുന്നുണ്ടാവും. ഗിരീഷ് ഏട്ടൻ നന്ദേട്ടനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങും ഇങ്ങും തൊടാതെ എന്തൊക്കെയോ പറയുക. പക്ഷെ ആര് വിചാരിച്ചാലും ഇനി അയാളെ രക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. പാവം നമ്മുടെ അച്ഛനെ അടിച്ചു വീഴ്ത്തിട്ട് അവൻ ഇനി അങ്ങനെ രക്ഷപ്പെടണ്ട. ഞാൻ ഇപ്പൊ തന്നെ പോവാ. ശാരി, എന്താ ചേച്ചി? നീ എങ്ങോട്ടും പോണ്ട. അത് കൊള്ളാം. അകത്ത് ബോധമില്ലാതെ കിടക്കുന്നതേ നമ്മുടെ അച്ഛനാ, അത് മറക്കരുത്. ചേച്ചിക്ക് നന്ദേട്ടനോട് ഇപ്പോഴും എവിടെയോ ഒരു സ്നേഹവും ബന്ധവും ഒക്കെ കാണുമായിരിക്കും. ചേച്ചി പണ്ടേ ഒരു മണ്ടിയാണല്ലോ. എനിക്കാരെയും പേടിയില്ല. ചന്ദ്രോത്ത് കുടുംബത്തെ പ്രതാപമൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പകരത്തിന് പകരം ചെയ്യും ഞാൻ. എന്റെ കോളേജിലെ ഫ്രണ്ട്സ് ഉണ്ടാവും കൂടെ. അയാളുടെ തല ഞാൻ അടിച്ചു പൊട്ടിക്കും. ഇതേ ആശുപത്രി തന്നെ കൊണ്ടുവരട്ടെ. അച്ഛന്റെ അടുത്ത ബെഡിൽ തന്നെ എത്തിക്കണമെന്നാ എന്റെ ആഗ്രഹം. ചേച്ചി കാത്തിരുന്നോ? അമ്മയോടും ഗിരീഷ് ഏട്ടനോടും ഒക്കെ പറഞ്ഞേക്ക് ഇങ്ങോട്ട് ചെയ്തതിന് പകരം ചെയ്യാനായിട്ട് ഞാൻ അങ്ങോട്ട് പോയിരിക്കുകയാണെന്ന്. നിക്ക്. നീ ഇങ്ങോട്ടും പോകുന്നില്ല. എന്താ? നീ ഇവിടുന്ന് ഒരിടത്തോട്ടും പോകുന്നില്ലെന്ന്. എന്ന് വെച്ചാ? അകത്ത് കിടക്കുന്നതേ നിന്റെ മാത്രം അച്ഛനല്ല, ഞാനാ മൂത്ത മോള്. എന്റെ കഴുത്തിൽ താലി കെട്ടിയതുകൊണ്ട് മാത്രം
തെറ്റുകളൊക്കെ ഇല്ലാതാവുന്നില്ല. ചോദ്യവും പറച്ചിലൊക്കെ ഞാൻ ആയിക്കോളാം. ചേച്ചി, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. പൊറുക്കാൻ പറ്റാത്തതൊക്കെ ക്ഷമിച്ചിട്ടുള്ളവളാ ഞാൻ. ഇത് പക്ഷേ എന്റെ അച്ഛന്റെ കാര്യമാ. വിടില്ല ഞാൻ. ഈശ്വര, ഞാൻ എന്തൊക്കെയായി കേക്കണത്? നന്ദകുഞ്ഞ് മാധവേട്ടനെ തല്ലി അപകടപ്പെടുത്തിയെന്നോ? മാധവനങ്കിളിനെ നന്ദൻ തല്ലിയെന്ന് വിശ്വസിക്കാൻ അമ്മയ്ക്കൊരൽപ്പം പ്രയാസം കാണും. കാരണം നന്ദൻ പ്രഭക്കുഞ്ഞിന്റെ മോനാണല്ലോ. പ്രഭക്കുഞ്ഞിന്റെ മോൻ തെറ്റുകാരനാവില്ലല്ലോ. നന്ദനെ ചീത്തപ്പേര് കേൾപ്പിക്കാൻ ദേവിക ആളെ വിട്ട് തല്ലിച്ചു എന്ന് പോലും അമ്മ ചിലപ്പോ പറഞ്ഞു കളയും. നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. രാഷ്ട്രീയക്കാരി അവള്. ശത്രുക്കളെ ഒതുക്കാനും സ്വന്തം മുഖം നന്നാക്കാനും എന്തടവോ അവള് കാണിക്കും. ഇതിപ്പോ നന്ദൻ തന്നെ തല്ലിയതെന്ന് ഉറപ്പുണ്ടോ? അമ്മ, ഗിരീഷേട്ടനും കൂടെ ഉണ്ടായിരുന്നു എന്നല്ലേ പറയുന്നേ? ഗിരീഷേട്ടൻ നേരിട്ട് കണ്ടതല്ലേ? നന്ദൻ ഏതോ പിള്ളേരുമായിട്ട് വഴക്കിട്ട് നിന്നപ്പോ പിടിച്ചു മാറ്റാനോ മറ്റോ ചെന്നതാ മാധവനങ്ങള്. ആ, അത് പറ. അങ്ങേർക്ക് ഇത് എന്തിന്റെ കേടായിരുന്നു? അവിടെ ഇടയ്ക്ക് കയറി പണി വാങ്ങി വെച്ചിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ മാധവനങ്ങളിനായി കുറ്റം. നന്ദൻ പിന്നെ ഉള്ള കുട്ടിയാണല്ലോ. നന്ദൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഈ രീതിയിലൊക്കെ മാറിപ്പോയെങ്കിലേ അതിന് കാരണം വീട്ടില് സമാധാനം കിട്ടാത്തോണ്ട് തന്നെയാ. കണ്ടോ, പറഞ്ഞു ഇപ്പൊ കുറ്റം ദേവികയുടെ തലയെ കൊണ്ട് വെക്കുവാണല്ലേ? അമ്മ പറഞ്ഞു ഒരു കാര്യം സത്യോ, വീട്ടു പ്രശ്നങ്ങൾ തന്നെയാ എല്ലാത്തിനും കാരണം. പക്ഷെ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതേ നന്ദൻ തന്നെയാ. ഒരു കാര്യം ഉറപ്പായി, നന്ദന് മാപ്പ് കൊടുക്കാൻ ദേവികയ്ക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഈ സംഭവത്തോടെ അതങ്ങില്ലാണ്ടായി. ഇനിയായിരിക്കും ദേവിക യഥാർത്ഥ തിരിച്ചടി തുടങ്ങാൻ പോകുന്നത്. അവളോടുള്ള ദേഷ്യത്തിന് അവളുടെ അച്ഛനെ ആക്രമിച്ച അവള് മിണ്ടാതിരിക്കൂ? ഇന്നോ നാളെയോ തന്നെ അവള് നന്ദനെതിരെ കേസ് കൊടുക്കും, ജയിലിലും ആക്കും. കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാതെ അവളിനി വിശ്രമിക്കൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടി, ഇതിനെക്കുറിച്ചൊക്കെ പ്രഭാന്റിക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ആന്റിയും അകത്താവും. ആവശ്യമില്ലാത്ത പ്രഭക്കുഞ്ഞിനെ ഇതിന്റെ ഇടയിൽ പിടിച്ചിടണ്ട. ഞാൻ പിടിച്ചിടുന്നൊന്നുമല്ല, ആന്റിയായിട്ട് തന്നെയാ ഓരോന്നിന് കാരണമാവുന്നത്. കഴിഞ്ഞ കുറെ കാലമായി അവിടെ നടക്കുന്ന പല സംഭവങ്ങൾക്കും പിന്നില് ആന്റി തന്നെയാ. ഗൗരി, വെറുതെ നമ്മൾ തമ്മിൽ ഇതിനെ കുറിച്ച് പറഞ്ഞ് തർക്കിക്കണ്ട. അത് തന്നെയാ നല്ലത്. എന്തായാലും ഞാൻ ആശുപത്രി വരെ ഒന്ന് പോട്ടെ. മാധവേട്ടനൊന്ന് കാണണം. അമ്മ ഇപ്പൊ ഹോസ്പിറ്റലൊന്നും പോണ്ട. ഒന്നാമത് അവിടെ എല്ലാവരും ഇപ്പൊ നല്ല വിഷമത്തിലായിരിക്കും. ചികിത്സയുടെ കാര്യമായിട്ട് ഓടി നടക്കുമായിരിക്കും. നമുക്ക് പോവാം. മുരളേട്ടനൊന്ന് വരട്ടെ. കുറച്ചു കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടി വിളിച്ചു നോക്കാം. കാര്യങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ. അതിനുശേഷം നമുക്ക് പോവാം. ഇല്ല, ഞാനിപ്പോഴാ അറിയുന്നത്. എങ്ങനെയുണ്ട് ഇപ്പോ? ആണോ? ആ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. പ്രഭാ, എന്താ സിദ്ധു? ആ പ്രഭാ, ദേവികയുടെ അച്ഛൻ മാധവൻ ആശുപത്രിയിലാണെന്ന്. വഴിയിൽ വെച്ച് അയാളാരെ ആക്രമിച്ചെന്ന്. തലക്കടിയേറ്റെന്നാ പറഞ്ഞത്. പാവം മാധവൻ, ആളും ഒതുങ്ങി കഴിയല്ലേ. പുള്ളിയൊക്കെ ആക്രമിക്കാന്ന് വെച്ചാൽ ദുഷ്ട മനസ്സുള്ളവർക്കേ പറ്റൂ. ആ നന്ദ, മാധവനാരോ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചെന്ന്. ആള് ഹോസ്പിറ്റലിലാ. ദേവിക ഇവിടുന്ന് മാറി നിൽക്കുകയാണെങ്കിലും നീ ആശുപത്രി പോണം, കാര്യങ്ങൾ അന്വേഷിക്കണം. പ്രഭ, താനും വാ. നമ്മളെല്ലാവരും അവിടെ ഉണ്ടാവണം. വാ. പോലീസിൽ പറയാനും നടപടികൾ എടുക്കാനും നമ്മളും അവരെ സഹായിക്കണം. മാധവനെ ആക്രമിച്ച ആളിനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം.
നന്ദ വാ, നമുക്കിപ്പോ തന്നെ പോവാം. പ്രഭ റെഡിയായി വരാൻ സമയമെടുക്കും. നീ വന്നേ, വാ. സിദ്ധു, ആ എന്താ പ്രഭ, താൻ ഇപ്പോഴും വരുന്നുണ്ടോ? അല്ല സിദ്ധു, ആശുപത്രിയിൽ അവർ ഓരോ തിരക്കുകളിലായിരിക്കും. അതൊക്കെ ഒന്ന് കഴിയട്ടെ. നമുക്ക് 2 ദിവസം കഴിഞ്ഞു പോവാം. എന്തിനാ 2 ദിവസം കഴിയുന്നേ? ഇപ്പൊ തന്നെ അവിടെ ഓരോ ആവശ്യങ്ങളുണ്ടാവൂലേ? നമ്മൾ ചെല്ലുന്നത് അവർക്ക് ആശ്വാസമായിരിക്കും. ഇപ്പൊ പോകണ്ട സിദ്ധു. പ്രഭ, താൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വാശി പിടിക്കരുത്. ഒരു കാര്യം ചെയ്, താൻ വേഗം റെഡിയായി വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. സിദ്ധു, പോയി റെഡിയാവ്. ഞാൻ ദേവകിയെ മോളെന്ന് വിളിക്കട്ടെ. മോനെ, മോള് വാ. കാര്യങ്ങൾ അറിഞ്ഞു. ഞാൻ നിന്നെ വിളിക്കായിരുന്നു. എന്താ ഫോൺ എടുക്കാത്തെ? ഒരു വിഷമ വാർത്തയിലാണെങ്കിലും മോൾ ഇതുവരെ വന്നല്ലോ. ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. ഞങ്ങളെല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുമായിരുന്നു. അതിനു മുൻപ് ഞാൻ ഇങ്ങോട്ട് വന്ന് കാണാന്ന് കരുതി. അച്ഛന്റെ മോനെവിടെ? എന്താ മോളെ? അകത്തുണ്ടോ? ആ, ദേവി, ഇത്രയും വലിയ ദുഷ്ടനായിരുന്നു നിങ്ങള്. ദുഷ്ടനെന്നല്ല, പേരെന്നാ വിളിക്കണ്ട. എന്നോട് പകരം ചോദിക്കാൻ പേടിച്ചിട്ട് പാവം എന്റെ അച്ഛനെ അപായപ്പെടുത്താൻ നോക്കിയല്ലേ? ദേവി, ഞാൻ പറയുന്നേക്ക്. നാണം ഉണ്ടോടോ തനിക്ക്? താനൊരു പുരുഷനാണോ? ആണുങ്ങളാണെങ്കിൽ നേർക്ക് നേരെ നിന്ന് ശത്രുത തീർക്കണം. അല്ലാതെ എന്നോടുള്ളത് വീട്ടുകാരോടല്ല തീർക്കേണ്ടത്. ഞാനൊന്ന് പറയട്ടെ. മോളെ, എന്താ എന്താ നീ പറയുന്നത്? നന്ദ, എന്താടാ? പ്രഭ, എന്തായത്? അപ്പൊ അച്ഛനോടൊന്നും പറഞ്ഞില്ല അല്ലേ? എന്ത്? എന്റെ അച്ഛൻ ആശുപത്രിയിലായതേ ദേ ഇയാള് കാരണം. എന്നോടുള്ള പക തീർക്കാൻ നന്ദുവാ എന്റെ അച്ഛനെ ആക്രമിച്ചത്. പ്രഭ,
താനിതിൽ ഇടപെടരുത്. താൻ കൂടെ വളം വെച്ചു കൊടുത്തിട്ടാ ഇവൻ ഈ അവസ്ഥയിലായത്. മാറ്, മാറാൻ, മാറാനാ പറഞ്ഞത്. ഇല്ല, നന്ദൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ മോനെ ഇങ്ങനെ തല്ലാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മേ, അമ്മ മാറ്. അച്ഛൻ എന്നെ തല്ലിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ഇല്ല, സിദ്ധു വേണമെങ്കിൽ എന്നെ തല്ലിക്കോ. ഈ കാര്യത്തിൽ നന്ദൻ നിരപരാധിയാ. അത് ശരി, അപ്പൊ കാര്യങ്ങളൊക്കെ താനും അറിഞ്ഞുകൂടായിരുന്നല്ലേ? ഞാൻ അറിഞ്ഞു. ഞാൻ അറിഞ്ഞപ്പോഴാ മനസ്സിലായത് ഇവനൊരു അബദ്ധം പറ്റിയതാണെന്ന്. തല്ലിക്കൊല്ലാൻ നോക്കിട്ട് അത് അബദ്ധം പറ്റിയാണെന്നല്ലേ? മുമ്പ് ഫയലെടുത്ത് മാറ്റി വെച്ചിട്ട് അതിനെക്കുറിച്ച് അറിയാൻ പാടില്ലെന്നല്ലേ ഇവൻ പറഞ്ഞത്? താൻ മാറുന്നുണ്ടോ അങ്ങോട്ട്? ഇല്ല, മാറൂ. ഈ കാര്യത്തിൽ എന്റെ മോന്റെ ദേഹത്ത് തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ഏയ്, മാറി നിൽക്ക് പ്രഭ. സിദ്ധുവോട് മാറി നിൽക്ക്. ദേവിക, അവനെ അടിക്കരുതെന്ന് സിദ്ധുവിനോടൊന്ന് പറ. എന്റെ അച്ഛനോട് ചെയ്തത് ഞാൻ മറക്കണമെന്നാണോ? തലക്കടിച്ച് കൊല്ലാൻ നോക്കിയതാ അമ്മയുടെ ഈ മോൻ. ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. എന്റെ അച്ഛനെ തിരിച്ചു കിട്ടുമെന്ന് അറിയില്ല.